नमस्ते प्रिय छात्राः, सर्वे सुखं वा? वयम् अद्य एकं नूतनपाठं पठामः। पाठस्य नाम जननी जन्मभूमि च। पाठस्य नाम जननी जन्मभूमि च। सप्तमः पाठः, सप्तमः ഏഴാമത്തെ പാഠമാണ്. സപ്തമഃ ഏഴാമത്തെ പാഠः. പാഠस्य നാമ ജനനി ജന്മഭൂമി ച. ജന്മഭൂമിഃ അധികം ച. ജന്മഭൂമിശ്ച ജന്മഭൂമിഃ ച. ജനനി ജനനി ജന്മഭൂമി ച. अस्माकं देशस्य नाम किम्? अस्माकं देशस्य नाम भारतम्. ദേശം രാജ്യം. ദേശമെന്നാൽ രാജ്യം. അസ്മാകം അസ്മാകം നമ്മുടെ. അസ്മാകം ദേശം അസ്മാകം ദേശം നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം ഏതാണ്? ഭാരതം. നമ്മുടെ രാജ്യം ഭാരതം. अस्माकं देशे भारतमिति नाम कथम् आविर्भूतम् इति जानन्ति वा? अस्माकं देशे നമ്മുടെ ദേശത്തിന് ഭാരതം ഇതി നാമ ഭാരതം എന്ന പേര് കഥം ആവിർഭൂതം കഥം ആവിർഭൂതം എങ്ങനെ ലഭിച്ചു? നമ്മുടെ നാട്ടിൻ്റെ പേരെന്താണ്? ഭാരതം. നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ്. ഭാരതം എന്നാണോ നമ്മളൊക്കെ അറിയുന്നത്? നമ്മൾ ഇന്ത്യ എന്നാണ് അറിയുന്നത് അല്ലേ? നമ്മുടെ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇന്ത്യ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഇത് വെച്ച് ഇൻഡസ് എന്ന വാക്കിൽ നിന്നാണ് ഇന്ത്യ എന്ന വാക്ക് ഉണ്ടായത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? ഭാരതം. ഈ ഭാരതം എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നറിയാമോ? അസ്മാകം ദേശേ ഭാരതമിതി നാമ കഥം ആവിർഭൂതം ഇതി ജാനന്തി വാ? എങ്ങനെയാണ് ഭാരതം എന്ന പേരുണ്ടായത് എന്നറിയാമോ? നമ്മളിപ്പോൾ സുലോചന എന്ന് വെച്ചാൽ എന്താ? സുലോചന നല്ല കണ്ണോട് കൂടിയവൾ അല്ലേ? സുശീല നല്ല ശീലത്തോട് കൂടിയവൾ. ദിവാകരഹ ദിവസത്തെ ധരിക്കുന്നവൻ. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ വാക്കുകൾക്ക് ഓരോരോ പേരുകൾ അർത്ഥവത്താണ് അല്ലേ? ഇന്ന് നമ്മളെല്ലാം ഒന്നും രണ്ടും അക്ഷരത്തിലുള്ള പേരുകളാണ് ഇടുന്നത്. ഒരു അർത്ഥമോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ അല്ല എങ്കിൽ പണ്ട് കാലത്തൊക്കെയുള്ള ഏതിനും ഇടുന്ന പേരുകൾക്ക് അതിൻ്റേതായ ഒരു അർത്ഥമുണ്ടായിരുന്നു. നമ്മൾ സ്ഥലപ്പേരുകൾ തന്നെ നമ്മൾ പലതും നമുക്ക് ജടായുമംഗലം ആണ് ചടയമംഗലമായത് അല്ലേ? അതുപോലെ കൊല്ലംപുഴ, അങ്ങനെ പല സ്ഥലങ്ങളുടെയും തിരുവനന്തപുരം, അനന്തപുരം, തിരുവനന്തപുരം, അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ ഒരു കഥയുണ്ടായിരിക്കും. ഒരു സ്ഥലത്തിനൊരു പേരുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു കഥ ഉണ്ടായിരിക്കും. അതുപോലെ ഭാരതം എന്ന പേരിനും ഒരു കഥ ഉണ്ട്. നമുക്ക് എന്താണ് അതിൻ്റെ കാര്യമെന്ന് നോക്കാം. പുരാ ഭരതഃ നാമ രാജ ഇമം ദേശം പര്യപാലയ. പുരാ പണ്ട്, പണ്ട് ഭരതഃ നാമ രാജ ഭരതൻ എന്നു പേരായ ഒരു രാജാവ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ദേശം പരിപാലിച്ചിരുന്നു. ഒരുപാട് കാലം ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്നു ഭരതൻ. തസ്മാത് ഭാരതമിതി നാമ സബ്ജാതം ഇതി ശ്രൂയതേ. തസ്മാത് അതിൽ നിന്നാണ് ഭാരതം എന്ന ഭരതന്റെ രാജ്യം ഭാരതം. അങ്ങനെയാണ് ഭാരതം ഇതി നാമ സംജാതം ഉണ്ടായത് എന്ന് കേൾക്കുന്നു.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ കേട്ടുകേൾവികളാണ്. അപ്പോൾ ഭാരതത്തിന് ഭാരതം എന്ന പേര് വരാനുള്ള കാരണം പുരാ ഭരതഃ നാമ രാജ ഇമം ദേശം പര്യപാലയത്. പണ്ട് ഭരതൻ എന്നൊരു രാജാവ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു. അങ്ങനെയാണ് ഭാരതം നാമ ഭാരതം എന്ന പേര് സംജാതം ഉണ്ടായത് എന്നാണ് ഇത് ശ്രൂയതേ എന്നാണ് കേൾക്കുന്നത്. നമുക്ക് കേരളം എന്ന് വെച്ചാൽ എന്താണ്? കേരവൃക്ഷങ്ങളുടെ നാട്. കേരവൃക്ഷം എന്ന് പറയുന്നത് ഏതാണ്? തെങ്ങ് ധാരാളമായി ഉള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. കേരവൃക്ഷങ്ങളുടെ നാടായതുകൊണ്ട് കേരളം എന്ന് പറയുന്നു അല്ലേ. അപ്പം അതുപോലെ ഭരതൻ രാജാവായി ഒരുപാട് കാലം ചക്രവർത്തിയായി ഭരിച്ചിരുന്നത് കൊണ്ട് ഭാരതം എന്ന പേര് വന്നു എന്നാണ് പറയുന്നത്. ഇനി അസ്മാകം ദേശം ഭാരതം. ഭാരതേ കതി രാജ്യാനി സന്ധി. രാജ്യം എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾ. അസ്മാകം ദേശേ ഭാരതേ കതി രാജ്യാനി സന്ധി. എത്ര രാജ്യങ്ങളുണ്ട്? രാജ്യം എന്ന് വെച്ചാൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്. എത്ര സംസ്ഥാനങ്ങളാണ് ഇപ്പോഴുള്ളത്? 28. എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28. 28 എന്ന് പറയുമ്പോൾ എത്രയാ? 28. 28. 28 സംസ്ഥാനങ്ങളാണ് എവിടെയുള്ളത്? നമ്മുടെ ഭാരതത്തിൽ ഉള്ളത്. അസ്മാകം ദേശേ 28 രാജ്യാനി സന്ധി. 28 രാജ്യങ്ങൾ നമ്മുടെ ഭാരതത്തിൽ. രാജ്യം എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, ജാർഖണ്ഡ്, കേരളം, മധ്യപ്രദേശ, മഹാരാഷ്ട്ര, മണിപ്പൂര, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, തെലുങ്കാന, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ. ഇങ്ങനെ 28 രാജ്യങ്ങൾ സംസ്ഥാനങ്ങളാണുള്ളത്. ഇവിടെ എല്ലായിടത്തും ഒരു ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല. നമ്മുടെ കേരളീയർ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? മലയാളം. കൈരളി എന്നും പറയും മലയാളത്തെ. മലയാള ഭാഷ. തമിഴ് നാട്ടുകാരോ? തമിഴ്. കർണാടക കന്നഡ. അതുപോലെ ഹരിയാന ഹിന്ദി. പഞ്ചാബ് പഞ്ചാബി. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ ഭാഷകളുണ്ട് അല്ലേ. ഇപ്പം പല സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് വേർതിരിച്ചിരിക്കുന്നത് അല്ലേ. മലയാളം സംസാരിക്കുന്നത് കേരളം, തമിഴ്നാട്, കന്നഡ കർണാടക, അങ്ങനെ പിന്നീട് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ തെലുങ്ക് ഉറുദു ആണ്, അരുണാചൽ പ്രദേശിലാണെങ്കിൽ ഇംഗ്ലീഷാണ്, ആസാമിലെ ആസാമീസ് ആണ്. അപ്പോൾ ചിലരിടത്തൊക്കെ ഹിന്ദിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വിവിധ ഭാഷകളാണ് ഭാരതത്തിലുള്ളവർ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഭാഷയാണോ? അല്ല, വിവിധ ഭാഷകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ അസ്മാകം ദേശഃ ഭവതി ഭാരതം. അസ്മാകം നമ്മുടെ ദേശം ആണ് ഭാരതം. അസ്മാകം ദേശം ഭവതി ഭാരതം. ഭാരതേ വിവിധാഃ ഭാഷാഃ സന്തി. ഈ ഭാരതത്തിൽ വിവിധങ്ങളായ പലതരത്തിലുള്ള ഭാഷാഃ സന്തി, ഭാഷകളുണ്ട്. പലതരത്തിലുള്ള പല ഭാഷകളാണ്. ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്. അതുപോലെ എല്ലാവരും ഒരേ സംസ്കാരമാണോ? സംസ്കൃതയഃ സംസ്കാരം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുണ്ട്,
ക്രിസ്ത്യനുണ്ട്. അതുപോലെ കേരളം വിട്ടുകഴിഞ്ഞാൽ ജൈവരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, സിഖുകാരുണ്ട്, നാനാ ജാതി മതസ്ഥരുണ്ട്, വിവിധ മതക്കാരുണ്ട്. വിവിധ മതത്തിനും വിവിധ സംസ്കാരങ്ങളാണ്, ആചാരങ്ങളാണ്, രീതികളാണ്. അപ്പോൾ നമ്മൾ വേഷം എല്ലാത്തിലും വ്യത്യസ്തമാണല്ലേ. കേരളീയരുടെ വേഷമായിരിക്കില്ല തമിഴ്നാട്ടിലുള്ളവരതെല്ലാം മറ്റൊരു സംസ്ഥാനത്തിൽ. അങ്ങനെ വിവിധ വേഷങ്ങളാണ്, വിവിധ സംസ്കാരമാണ്, വിവിധ ധർമ്മങ്ങളാണ്. ധർമ്മം എന്ന് വെച്ചാൽ മതം. അപ്പോൾ അസ്മാകം ദേശഃ ഭവതി ഭാരതം, ഭാരതേ വിവിധാഃ ഭാഷാഃ സന്തി. വിവിധങ്ങളായ ഭാഷകളുണ്ട്. വിവിധാഃ സംസ്കൃതയഃ സന്തി. സംസ്കാരങ്ങളുണ്ട്. സംസ്കാരം സന്ധി ഉണ്ട്. അപ്പോൾ ഭാരതത്തിൽ വിവിധങ്ങളായ സംസ്കാരങ്ങളുണ്ട്, വിവിധങ്ങളായ പലതരത്തിലുള്ള ഭാഷകളുണ്ട്. പല ധർമാച്ച സന്ധി, പലതരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. മതം, പല മതക്കാരുണ്ട്. കിന്തു വയം സർവേ സോദരാഹ. ഇതൊക്കെ ആണെങ്കിലും നമ്മൾ സർവേ സോദരാഹ, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അപ്പോൾ ഭാരതത്തിൽ വിവിധ തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, പല സംസ്കാരമുണ്ട്, പല മതങ്ങളുണ്ട്. പക്ഷേ വയം സർവേ സോദരാഹ. എന്താണ് വയം സർവേ സോദരാഹ? നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് അല്ലെ. ഒരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാവും അല്ലെ. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമൊക്കെ പ്രളയമൊക്കെ വന്നപ്പോൾ അവിടെ നമ്മൾ ജാതി മത ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും സഹായിക്കാൻ തയ്യാറായി, എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ നമ്മളൊരു വിഷയം വരുമ്പോൾ വയം സർവേ സോദരാഹ, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണവും. ഇനിയും നമുക്ക് നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പാഠസ്യ നാമ ജനനി ജന്മഭൂമി ച. പാഠത്തിൻ്റെ പേര് ജനനി ജന്മഭൂമി ച. ജനനി അമ്മ, ജനനി അമ്മ, അമ്മയും ജന്മഭൂമി ച ജനിച്ച മണ്ണ്. ജന്മഭൂമി എന്ന് വെച്ചാൽ ജനിച്ച ഭൂമി. മാതൃരാജ്യം നമ്മൾ പറയില്ലേ, നമ്മുടെ മാതൃരാജ്യം, മാതൃഭാഷ, മാതൃദേശം എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മുടെ മാതൃഭാഷ ഏതാ? മലയാളം അല്ലേ. നമ്മുടെ മാതൃഭാഷ മലയാളം. മാതൃദേശം, മാതൃരാജ്യം എന്നൊക്കെ പറയും. അങ്ങനെ ഭാരതം മമ ദേശഃ. ഭാരതം, ഭാരതം, ഇത് പുസ്തകത്തിലുള്ളതാണ്, നമ്മൾ വായിച്ച് പഠിക്കേണ്ടതാണ്. ഭാരതം മമ, മമ എൻ്റെ, ദേശഃ, ദേശം. ഭാരതം മമ ദേശഃ. ഭാരതം എൻ്റെ ദേശമാണ്. ഭാരതം മമ എൻ്റെ, മമ എന്ന് വെച്ചാൽ എൻ്റെ. ഭാരതം മമ ദേശഃ. ഭാരതം എൻ്റെ രാജ്യമാണ്. അപ്പൊ എങ്ങനെ വായിക്കും? ഭാരതം മമ ദേശഃ. അർത്ഥം എന്താണ്? ഭാരതം എൻ്റെ രാജ്യമാണ്. മമ എൻ്റെ, ദേശഃ രാജ്യം. സർവേ ഭാരതീയാഃ. ഭാരതീയാഃ. പഠിച്ച അക്ഷരങ്ങൾ വെച്ച് നമുക്ക് വായിക്കാം അല്ലേ. നോക്കി അക്ഷരം പറഞ്ഞ് വായിക്കാം. സർവേ ഭാരതീയാഃ. സർവേ ഭാരതീയാഃ, എല്ലാ ഭാരതീയരും. സർവേ എല്ലാ, സർവേ ഭാരതീയാഃ, എല്ലാ ഭാരതീയരും. അത്ര സുഖേന,
സുഖേന സുഖേന. അത്ര അത്ര സുഖേന സുഖേന. അടുത്ത് വസന്തി വസന്തി. വസന്തി താമസിക്കുന്നു. വസന്തി താമസിക്കുന്നു. സർവേ ഭാരതീയാഹ എല്ലാ ഭാരതീയരും. ഭാരതീയർ എന്ന് വെച്ചാൽ ഭാരതത്തിൽ വസിക്കുന്നവർ ഭാരതീയർ. കേരളീയർ കേരളത്തിൽ വസിക്കുന്നവർ കേരളീയർ. അപ്പോൾ സർവേ ഭാരതീയാഹ എല്ലാ ഭാരതീയരും, ഭാരതത്തിൽ നമ്മുടെ ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവരും. അത്ര അത്ര അവിടെ. അത്ര അത്ര അവിടെ. സുഖേന വസന്തി സുഖേന സുഖേന സുഖമായി. വസന്തി വസന്തി താമസിക്കുന്നു. സർവേ ഭാരതീയാഹ അത്ര സുഖേന വസന്താമി. അഹം 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 ഞാൻ. അഹം ഭാരതേ ഭാരതേ ഭാരതേ. അഹം ഭാരതേ സ്നിഹ്യാമി സ്നിഹ്യാമി സ്നേഹിക്കുന്നു. അഹം ഭാരതേ സ്നിഹ്യാമി ഞാൻ ഭാരതത്തെ സ്നേഹിക്കുന്നു. ഭാരതം ഏതാണ്? ജന്മഭൂമി, നമ്മുടെ ജന്മഭൂമിയാണല്ലേ. നമ്മുടെ ജന്മഭൂമിയായ ഭാരതത്തെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മൾ പ്രതിജ്ഞ പറയാറുണ്ട്. എങ്ങനെയാണ് രാവിലെ അസംബ്ലിക്ക്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അല്ലേ. അഹം ഭാരതേ സ്നിഹ്യാമി സ്നിഹ്യാമി സ്നേഹിക്കുന്നു. അഹം ഞാൻ, ഞാൻ ഭാരതത്തെ സ്നേഹിക്കുന്നു. ജനനി ജനനി ജന്മഭൂമിശ്ച ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി സ്വർഗാദപി സ്വർഗാദപി ഗരീയസി. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജനനി ജനനി എന്ന് വെച്ചാൽ അമ്മ. ജനനി ജന്മഭൂമിഹി ജന്മഭൂമിഹി ജനിച്ച നാട്, നമ്മുടെ മാതൃരാജ്യം, മാതൃദേശം, നമ്മളെ മാതൃഭാഷ എന്നൊക്കെ കേട്ടിട്ടില്ലേ. മാതൃഭാഷ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച സ്ഥലത്തെ ഭാഷയാണ് മാതൃഭാഷ. നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളം. തമിഴ്നാട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടോ തമിഴ്. ഹിന്ദി സംസാരിക്കാൻ ഇപ്പൊ കന്നഡയിലാണെങ്കിലോ കന്നഡ, കർണാടകത്തിലാണെങ്കിൽ കന്നഡ. അപ്പോൾ മാതൃഭൂമി, നമ്മുടെ മാതൃഭൂമി, ജനനി അമ്മയും ജന്മഭൂമിയും ജനിച്ച ഭൂമിയും. സ്വർഗാദപി സ്വർഗാദ് അപി സ്വർഗാദപി സ്വർഗത്തെക്കാൾ. സ്വർഗാദപി സ്വർഗത്തെക്കാൾ. സ്വർഗാത്ത് അപി സ്വർഗത്തെക്കാൾ. ഗരീയസി ശ്രേഷ്ഠമാണ്. ഗരീയസി ഗരീയസി ശ്രേഷ്ഠമാണ്. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. അമ്മയും, നമുക്ക് ജന്മം തന്ന നമ്മുടെ അമ്മയും ജന്മഭൂമിയും നമുക്ക് സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്. ശരിയല്ലേ? നമ്മുടെ അമ്മയെ പോലെ തന്നെ അമ്മ നമുക്ക് ഏറെ, സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ്. മറ്റെന്തിനേക്കാളും നമുക്കേറെ വലുത് നമ്മുടെ അമ്മയാണല്ലേ. നമുക്ക് ജീവൻ, നമ്മുടെ ജീവൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് ആര് തന്നെയാണ്? അമ്മ തന്നെയാണ്. അപ്പോൾ ആ ജനനിയും ജന്മഭൂമിയും എന്താണ്? സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ്. നമുക്ക് ഈ പാഠത്തിലെ പുതിയ വാക്കുകളൊന്ന് നോക്കാം. ജനനി 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 അമ്മ. ജന്മഭൂമി ജന്മഭൂമി ജനിച്ച നാട്. ജനനി ജന്മഭൂമിഹി 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 ജനിച്ച നാട്. സ്വർഗാദപി സ്വർഗാദപി സ്വർഗത്തെക്കാൾ. സ്വർഗാദപി സ്വർഗത്തെക്കാൾ.
ഗരീയസി, ഗരീയസി ശ്രേഷ്ഠം, ഗരീയസി ശ്രേഷ്ഠം. മമ എൻ്റെ, സർവേ എല്ലാവരും, സർവേ എല്ലാവരും. അത്ര ഇവിടെ, അത്ര ഇവിടെ. വസന്തി, വസന്തി താമസിക്കുന്നു. അഹം ഞാൻ. സ്നേഹ്യാമി സ്നേഹിക്കുന്നു, സ്നേഹ്യാമി സ്നേഹിക്കുന്നു. അപ്പോൾ ജനനി ജന്മഭൂമി, സ്വർഗാദപി ഗരീയസി, മമ സർവേ അത്ര വസന്തി അഹം സ്നേഹ്യാമി. ഈ വാക്കുകളും എഴുതി പഠിച്ച് അതിൻ്റെ അർത്ഥവും പഠിക്കുമല്ലോ. ഇനി ജന്മഭൂമിഹി പിരിച്ചെഴുതിയിരിക്കുന്ന എങ്ങനെയാ? ജന്മഭൂമിഹി അധികം ച, ജന്മഭൂമിഹി അധികം ച. ആ വിസർഗവും ചായും കൂടെ ചേർന്നാണ് ഇശ്ച ആയത്, ചേർത്തത്. ഇപ്പോൾ ഇനി സ്വർഗാദപി, സ്വർഗാത്ത് അധികം അഭി. അപ്പോൾ തകാരം ദ ആയി മാറി. സ്വർഗാദപി, സ്വർഗാത്ത് അധികം അഭി, സ്വർഗത്തേക്കാൾ. ന് അധികം മ, ന്മ. നമ്മൾ കൂട്ടക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ന് അധികം മ, ഇന്മ. ത് അധികം മ, ഇത്മ. അതുപോലെ സ് വ, സായുടെ പകുതി. അപ്പോൾ കൂട്ടക്ഷരം എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം, അക്ഷരത്തിൻ്റെ പകുതിയെ നമ്മൾ എഴുതും. ഞായുടെ പകുതി, സായുടെ പകുതി, സ്ന വ അതൊക്കെ. ഹ്യ, ഹായും യായും കൂടി ചേർത്ത് എഴുതി. ഇന്ത, ഞായും തായും കൂടി ഇന്ത. ത് റ, ത്ര. അപ്പോൾ രായാണ് കൂട്ടക്ഷരത്തിൽ വരുന്നതെങ്കിൽ വെട്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പോ തവ അമ്പായാഹ നാമകിം, തവ നിങ്ങളുടെ, നിന്റെ, തവ നിന്റെ. മമ എൻ്റെ, തവ നിന്റെ. അഹം ഞാൻ, ത്വം നീ. അഹം ഞാൻ, ത്വം നീ. തവ നിന്റെ, മമ എൻ്റെ. തവ അമ്പായാഹ നാമകിം, നിങ്ങളുടെ അമ്പ, അമ്പ അമ്മ. അമ്പയ്ക്ക് നമ്മൾ ഇന്നിപ്പോൾ വേറൊരു വാക്ക് പഠിച്ചല്ലോ, ജനനി അല്ലെ. തവ അമ്പായാഹ നാമകിം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അമ്മയുടെ പേരൊന്ന് എഴുതി നോക്കൂ. സംസ്കൃത അക്ഷരങ്ങൾ പറഞ്ഞ് മലയാളത്തിൽ നമ്മൾ അക്ഷരം എഴുതും പോലെ തന്നെ സംസ്കൃതത്തിലെ അക്ഷരങ്ങൾ ചേർത്ത് മലയാളം എഴുതും പോലെ നമുക്ക് എഴുതാം. ഒന്ന് എഴുതി നോക്കൂ. തവ അമ്പായാഹ നാമകിം, തവ ജന്മഭൂമ്യാഹ നാമകിം. നിങ്ങളുടെ ജന്മഭൂമിയുടെ പേരെന്താണ്? ജന്മഭൂമിയുടെ പേരെന്താണ്? ഭാരതം. നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ. ജനനി ജന്മഭൂമി, ജനനി ജനനി. ജന്മഭൂമി, ജനനിയും ജന്മഭൂമിയും. അമ്മയും മാതൃരാജ്യവും അല്ലെ. അമ്മയും മാതൃരാജ്യവും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് നോക്കാം അല്ലെ. എന്താ അമ്മ? അമ്മ ജനനി തുഭ്യം കിം കിം കരോതി, നിങ്ങൾക്ക് വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്യുന്നു? ജനനി തുഭ്യം കിം കിം കരോതി, അമ്മ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യും? അമ്മ നമ്മളെ ലാളിക്കും, ലാളയതി അല്ലേ. നമ്മളിത് എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ. ലാളിക്കുന്നു, ലാളയതി. സ്നാപയതി, സ്നാപയതി കുളിപ്പിക്കുന്നു. ലാളിക്കുന്നു, കുളിപ്പിക്കുന്നു. ഭോജയതി കഴിപ്പിക്കുന്നു അല്ലേ. ലാളയതി, സ്നാപയതി, ഭോജയതി. പായയതി, പായയതി കുടിപ്പിക്കുന്നു. പാലയതി, പാലയതി എന്ത് ചെയ്യാണ്? പരിപാലിക്കുന്നു. തോഷയതി നമ്മളെ ആശ്ലേഷിക്കും, സന്തോഷിപ്പിക്കും. വേദയതി നമ്മളോട് കാര്യങ്ങൾ പറയും. ശ്രാവയതി കേൾപ്പിക്കും അല്ലെ. നമ്മളെ ലാളിക്കും, കുളിപ്പിക്കും, ആഹാരം തരും,
കുടിപ്പിക്കും, വെള്ളമൊക്കെ കുടിപ്പിക്കും, നമ്മളെ പരിപാലിക്കും, സന്തോഷിപ്പിക്കും, നമ്മളോട് കാര്യങ്ങൾ പറയും, നമ്മളെ ഉറക്കാൻ വേണ്ടി പാട്ട് പാടും ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അമ്മ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണല്ലേ. അപ്പോൾ ജനനി ലാളയതി, സ്നാപയതി, ഭോജയതി, പായയതി, പാലയതി, തോഷയതി, വേദയതി, ശ്രാവയതി. ഈ വാക്കുകളും നിങ്ങൾ എഴുതി പഠിക്കുമല്ലോ. ഇനി മാതാ ശിശൂൻ സംരക്ഷയതി. അപ്പോ ഇതെല്ലാം ചെയ്ത് അമ്മ നമ്മളെ സംരക്ഷിക്കുന്നു അല്ലെ. ഇതൊക്കെ നമുക്ക് ചെയ്തു തന്ന അമ്മ എന്ത് ചെയ്യുന്നു? കുട്ടികളെ, ശിശൂൻ കുട്ടികളായ നമ്മളെ സംരക്ഷിക്കുന്നു. ഏവമേവ, അതുപോലെ തന്നെ അസ്മാകൻ ജന്മഭൂമി ശത്രുഭ്യഃ അസ്മാൻ പരിപാലയതി. ഏവമേവ, ഇതുപോലെ അസ്മാകം ജന്മഭൂമി, നമ്മുടെ ജന്മഭൂമിയും ശത്രുഭ്യഃ അസ്മാൻ പരിപാലയതി, ശത്രുക്കളിൽ നിന്നും നമ്മെ പരിപാലിക്കുന്നു. അപ്പോ ഒരു അമ്മ കുട്ടിയെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു എന്ന് കഴിഞ്ഞ ചിത്രത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ അസ്മാകൻ ജന്മഭൂമി, നമ്മുടെ ജന്മഭൂമിയും നമ്മെ ശത്രുക്കളിൽ നിന്നും പരിപാലിക്കുന്നു. യഥാസമയം വയം ഭക്ഷണം ലഭ്യാമഹേ. യഥാസമയം, വേണ്ട സമയത്ത്, വയം നമുക്ക്, ഭക്ഷണം ലഭ്യാമഹേ നമുക്ക് ഭക്ഷണം നൽകുന്നു. നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ടുന്ന സമയത്ത് ലഭ്യമാക്കുന്നു. രോഗബാധിതാഹ ചികിത്സാം ലഭന്തെ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കൊറോണയൊക്കെ വന്നപ്പോൾ ഇത് സർക്കാർ ആശുപത്രികളൊക്കെ നമ്മളൊക്കെ ചികിത്സ നൽകിയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് രോഗബാധിതരായാൽ നമുക്ക് ചികിത്സ നൽകും. ഏവം ചിന്തയതി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ജന്മഭൂമി അമ്മയ്ക്ക് തുല്യമല്ലേ. അമ്മയും നമുക്ക് എന്ത് നൽകുന്നു? ഭക്ഷണം നൽകുന്നു, നമ്മളെ പരിപാലിക്കുന്നു, സ്നേഹിക്കുന്നു, ശത്രുക്കളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. ഇതൊക്കെയാണ് അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ ജന്മഭൂമിയും നമുക്ക് വേണ്ടി ചെയ്യുന്നു അല്ലേ. നമുക്ക് കൃത്യ കാലഘട്ടത്തിലെ ഭക്ഷണത്തിനുള്ള ആഹാര സാധനങ്ങൾ എത്തിക്കുന്നു. രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ ആശുപത്രികളൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ലഭ്യമാകുന്നു. അതായത് നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനത്തിലെ സർക്കാരുകൾ ചെയ്തു തരുന്നു. അപ്പൊ ഇതൊക്കെ അമ്മയെപ്പോലെ മാതാ ശിശൂൻ സംരക്ഷണതി. ഏവമേവ, അതുപോലെ അസ്മാകൻ ജന്മഭൂമി ശത്രുഭ്യഃ അസ്മാൻ പരിപാലയതി, ശത്രുക്കളിൽ നിന്നും പരിപാലിക്കുന്നു. യഥാസമയം വയം ഭക്ഷണം ലഭ്യാമഹേ, വേണ്ട സമയത്ത് നമുക്ക് ഭക്ഷണം തരുന്നു. രോഗബാധിതരായിട്ടുള്ളവർക്ക് ചികിത്സ നൽകുന്നു. ഇതിനെയൊക്കെ ചിന്തിക്കുമ്പോൾ അമ്മയും ജന്മഭൂമിക്ക് തുല്യം തന്നെയാണ്. ഓ ജനനി ജന്മഭൂമി ച സ്വർഗാദപി ഗരീയസി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോ മനസ്സിലായോ? അമ്മയും ജന്മഭൂമിയും സ്വർഗത്തെക്കാൾ മഹത്തരമാണ്. അമ്മയും ജന്മഭൂമിയും തമ്മിലുള്ള ബന്ധം ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ പാഠത്തിലെ ത, ഥ, ദ, ഥ, ന തവർഗ അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് എഴുതി പഠിക്കുമല്ലോ. അതുപോലെ ത, ത, തി, തി, തു, തു, തിർ, തേ, തൈ, തോ, തൗ, തം, ത. ഇതുപോലെ ബാക്കിയുള്ള അക്ഷരങ്ങളുടെയും സ്വരാക്ഷരങ്ങൾ ചേർത്ത് നിങ്ങൾ എഴുതാം. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിന്റെ പേര് ജനനി ജന്മഭൂമി ച. എന്താണ് എന്നുള്ളത് മനസ്സിലായി. ജനനി അമ്മ, അമ്മയും ജന്മഭൂമിയും നമുക്ക് ഒരുപോലെ ഇഷ്ടമാണ്, സ്നേഹമാണ്. ജന്മഭൂമിയും ജനനിയും സ്വർഗത്തെക്കാൾ സുന്ദരമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗം, പുസ്തകത്തിലുള്ള ഭാഗം നിങ്ങൾ നന്നായി വായിക്കണം. ഓരോ അക്ഷരം പറഞ്ഞ് വായിച്ചു നോക്കുക, വായിക്കുക. വാക്കുകൾ, ടീച്ചർ കാണിച്ചിട്ടുള്ള വാക്കുകൾ എഴുതി പഠിക്കുക. ഇനി വർക്ക്ഷീറ്റ് തരുമ്പോൾ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിടണം. അമ്മ നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നു എന്നുള്ളതും എഴുതി പഠിച്ചിരിക്കണം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് സംസ്കൃതത്തിൽ പ്രതിജ്ഞ ചൊല്ലാൻ അറിയാമോ? ഞാനൊന്ന് ചൊല്ലട്ടെ. ഭാരതം മമ രാഷ്ട്രം, സർവേ ഭാരതീയാഃ മേ ഭ്രാതരഃ, അഹം മമ രാഷ്ട്രേ
സ്നേഹ്യാമി തസ്യ സമൃദ്ധായാം നാനാവിധായാം ച പൂർവിക സമ്പത്തോ അഭിമാനി ച ഭവാമി തത് യോഗ്യതാം സമ്പാദയിതും സദാ യദിശേ ച അഹം പിതരൗ ഗുരുശ്ച ആദരിഷ്യേ ബഹുമാനിഷ്യേ ച വിനയാന്വിത ഏവാഹം സദാ സർവൈഃ സഹ വ്യവഹരിഷ്യേ സർവേഷു പ്രാണിഷു ദയാലുവർത്തിഷ്യേ ച മമ രാഷ്ട്രായ രാഷ്ട്രീയേഭ്യശ്ചാഹം സമർപ്പയേ സ്വസേവാം. രാഷ്ട്രീയാണ യോഗക്ഷേമ ഐശ്വര്യേഷ്വഹം ആത്മനസ്തോഷം കലയാമി. ജയ് ഹിന്ദ്. എല്ലാവരും പുസ്തകം നന്നായിട്ട് വായിക്കുകയും ക്ലാസ് കാണുകയും ചെയ്യുമെന്ന് ടീച്ചർ കരുതുന്നു. എല്ലാവർക്കും നമസ്തേ, നന്ദി. അടുത്ത ക്ലാസ്സിൽ തർഹി പുനർമിലാമഹ.